നമസ്കാരം. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിൽ വെച്ച VP സത്യനാഥിനെ പാർട്ടിക്കാരിലെ ഒരാൾ തന്നെ കൊലപ്പെടുത്തിയത് വലിയ വിവാദത്തിന് വഴിവെച്ചൊരു വിഷയമായിരുന്നു. ഇതിനിടെ സംഭവത്തിന് കാരണക്കാർ BJP ആണെന്ന് വരുത്തി തീർക്കാൻ ചില അന്തം കമ്മികൾ ശ്രമിച്ചു. ഈ സംഭവത്തിന് പിന്നാലെ അന്തം കമ്മികൾക്ക് ചുട്ട മറുപടിയും ചോദ്യങ്ങളുമെല്ലാം ഉയർത്തിക്കൊണ്ട് നിരവധി പേരാണ് രംഗത്തേക്ക് എത്തിയത്. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലും സാമൂഹിക പ്രവർത്തകയായ അഞ്ജു പാർവതി പ്രബീഷുമെല്ലാം അക്കൂട്ടത്തിലുള്ളവരാണ്. സ്വരാജിന്റെ പോസ്റ്റിലെ RSS പരാമർശം നീക്കിയതിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഇരുവരും പങ്കുവെച്ചുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കിയത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ RSS പരാമർശം സ്വരാജ് നീക്കിയതിൽ ദുരൂഹതയുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് 6 സംശയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. അതായത്, കൊല്ലപ്പെട്ട CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സത്യനാഥിന് ആദരാഞ്ജലികൾ. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദികളെ എത്രയും പെട്ടെന്ന് പിടികൂടി ശിക്ഷ ലഭിക്കാൻ വേണ്ടുന്ന ഇടപാടുകൾ നടത്തണം. ശ്രീ സത്യനാഥിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. RSS ഭീകരതയുടെ ഒടുവിലത്തെ ഇര എന്നതായിരുന്നു കുറിപ്പിൽ എഴുതിയത്. സ്വാഭാവികമായും RSS മനുഷ്യരെ കൊല്ലുന്ന പ്രസ്ഥാനമായതുകൊണ്ട് അതിൽ ഞെട്ടൽ തോന്നിയില്ല. മാത്രമല്ല, സ്വരാജിനോട് ഐക്യപ്പെടുക കൂടി ചെയ്തിരുന്നു. എന്നാൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ RSS പരാമർശം സ്വരാജ് ഒഴിവാക്കിയതിൽ ദുരൂഹതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ: 1. RSS പരാമർശം പിൻവലിക്കാൻ സ്വരാജിന് ആരാണ് സമ്മർദ്ദം ചെയ്തത്? 2. RSS ഭീകരത മസനഗുഡി വഴി ഊട്ടിക്ക് ടൂറ് പോയോ? 3. RSS അല്ല കൊലപാതകത്തിന് പിന്നിലെന്ന് സ്വരാജിന് വിവരം കിട്ടിയോ? അങ്ങനെയെങ്കിൽ ആരാണ് കൊന്നത്? 4. RSS ആണ് കൊലപാതകത്തിന് പിന്നിലെങ്കിൽ എമ്മിന്റെ മധ്യസ്ഥതയിൽ CPM RSS കോംപ്രമൈസ് ആയോ ഈ കേസും? 5. CPM നേതാവ് അറസ്റ്റിൽ എന്ന് വാർത്ത കണ്ടിരുന്നു. അപ്പോൾ സത്യനാഥനെ കൊന്നത് പകൽ CPM-ഉം രാത്രി RSS-ഉമായ മറ്റു പലരെയും പോലെയുള്ള ഒരു സഖാവാണോ? 6. വെഞ്ഞാറമൂട് കേസ് പോലെ ഇതും തേച്ചുമാച്ച് കളയുമോ? ഇങ്ങനെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് പങ്കുവെച്ചത്. അതേസമയം അഞ്ജു പാർവതി പ്രബീഷും ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, വർത്തമാന കേരളത്തിൽ കുത്തിത്തിരിപ്പില്ലാത്ത മറിച്ചൊരു ആദരാഞ്ജലി പോസ്റ്റ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ? വർത്തമാന കേരളത്തിൽ നമ്മളിൽ നിന്നല്ലാതെ ഈ അവസരത്തിൽ ഒരു കൊലക്കത്തി രാഷ്ട്രീയം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ? വർത്തമാന കേരളത്തിൽ എന്നിൽ നിന്നല്ലാതെ മറ്റൊരാളിൽ നിന്ന് ഒരു പോസ്റ്റ് മുക്കൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ? വർത്തമാന കേരളത്തിൽ തമ്മിൽ തല്ലി ചോര കൊണ്ട് ചെങ്കൊടി ചമപ്പിക്കാൻ മറ്റൊരു കൂട്ടർ ഉണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ? വർത്തമാന കേരളത്തിൽ ഇരയ്ക്കും വേട്ടക്കാരനും ഒപ്പം നിൽക്കേണ്ടുന്ന ഗതികേട് മറ്റൊരു കൂട്ടർക്ക് ഉണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവോ നിഷ്കളങ്കരെ? കൂട്ടത്തിൽ ഒരാളുടെ നെഞ്ചിൽ നിന്നും ഒഴുകുന്ന ചെഞ്ചോര ചുവപ്പ് കണ്ടിട്ടല്ല സഖാവ് സ്വരാജിന് നോവ്, മറിച്ച് ആ ശരീരം വച്ച് നടത്താൻ പറ്റാതെ പോയിട്ടുള്ള മുതലെടുപ്പ് ഓർത്തിട്ടാണ്. കൂട്ടത്തിലുള്ള ആൾ പിടഞ്ഞു വീണാലും അത് വച്ച് കളിക്കാനുള്ള കുതന്ത്രങ്ങൾ എന്നും കമ്മിത്തലകളിൽ സജീവമാണ്. കഷ്ടം.